ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി. ആധാർ രേഖയായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. ആധികാരികത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാമെന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, നേരത്തെ തന്നെ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഇത്തരൊരു ഭാഗമുണ്ടായിരുന്നു. ഇങ്ങനെ ആധാർ എന്തുകൊണ്ട് രേഖയായി പരിഗണിച്ചുകൂടാന്ന്. ആ ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിവ്യൂ നടത്തുകയും ആധാർ പരിഗണിക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ കൂടുതൽ വ്യക്തത വരികയാണ്. വിധി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അജിംഷാദ്, വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധാർ അതിൻ്റെ തിരിച്ചറിയൽ രേഖയെ ഉപയോഗിക്കാമെന്നതാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്നും സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വാദം ആവർത്തിച്ചിരുന്നു. അതായത് ആധാർ കാർഡ് രേഖയെ അംഗീകരിക്കാൻ, പൗരത്വ രേഖയെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഇന്ന് ആവർത്തിച്ചത്. എന്തായാലും സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആധാർ കാർഡ് 12ാമത്തെ രേഖയായി ഉൾപ്പെടുത്തണം എന്നതാണ്. അതായത് നിലവിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി 11 രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 12ാമത്തെ രേഖയായി ആധാർ ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 23 സെക്ഷൻ 4 അനുസരിച്ച് കൊണ്ടാണ് അത്തരത്തിൽ ആധാർ പരിഗണിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി മറ്റൊരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. ആധാർ പൗരത്വ രേഖയെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ്. അത് ആധാർ നിയമം അനുസരിച്ച് കൊണ്ടാണ് അത്തരത്തിൽ ആധാർ പൗരത്വ രേഖയെ അംഗീകരിക്കാൻ കഴിയുകയില്ല. പക്ഷേ തിരിച്ചറിയൽ രേഖയെ അംഗീകരിക്കാം. അതായത് താമസിക്കുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രേഖയെ ആധാർ ഉപയോഗിക്കാമെന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാർ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ആധികാരികത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാമെന്നൊരു കാര്യം കൂടി അത്തരമൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അജിംഷാദ്. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.